അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് കടന്നു വരാൻ പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? അതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് രണ്ട് കാർഡ്സ് ആണ്. ടു ഓഫ് കപ്സ് എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് കാർഡ്സും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം കണക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യത നല്ല രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റീകൺസിലേഷൻ, അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒരു ഡീപ്പനിങ്ങിലേക്ക് പോവുക. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിരിക്കുന്ന ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ്. മാത്രമല്ല, ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ വൈസൊക്കെ ഒരുപാട് ഒരു ചേഞ്ച്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയാൻ കഴിയും. ഫിനാൻഷ്യലിയൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്ന് വളരെ അവിചാരിതമായിട്ട് നമുക്ക് ധനം ലഭിക്കുക. മാത്രമല്ല, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നടക്കാൻ പോകുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ്. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കരിയർ ഓർ ഫിനാൻഷ്യൽ മാറ്ററിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് ഒന്നും കൂടി സ്റ്റേബിൾ ആവാനായിട്ട് പോകുന്നു. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.